ചക്കക്കറി എല്ലാവരും കാര്യമായിട്ട് ഇതിനെ മനസ്സിലാക്കണില്ല. ഇത് കഴിച്ചാലുള്ള ഗുണം നമ്മളത് പറയാം. ചക്ക വെട്ടി പറിച്ച് ചുള പറിച്ച് കറി വയ്ക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ചെയ്യണേ. അടിപൊളി ചക്ക അവിടെ ഇരിക്കട്ടെ. നമ്മളെ ചവിട്ടിമയാവാൻ പാടില്ല. അതെ, ചക്ക വെളിഞ്ഞൻ കൊള്ള. കൂനെത്തി കണ്ട ഇത്തിരി ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് മുറിക്കോട് വന്നില്ലേ. ഇനി ഉണ്ടല്ല ചുള പറിക്കാൻ. ഓ എന്താ അവൻ്റെ ചുള പറിച്ച് നല്ലൊരു ചവണിപ്പുറത്തമുള്ള പരിപാടി ഉണ്ട്. വല്ലത് ഇങ്ങനെ കാണിക്കുന്നത് മൂപ്പ് കൂടി നല്ല ഭാഗമാണ് അവൻ. ചക്ക കണ്ട എനിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാട്ടോ. എത്രയൊക്കെ മതിയാവും. ചോള പറിക്കുന്നത് കണ്ടില്ലേ? ചവണി നല്ല കട്ടിയുള്ള കാരണം കൊണ്ടേ പണിൻ്റെ നല്ല അടിപൊളി ചക്കയാണത്. ഇത് ചോറ് കൂട്ടിയല്ല കേട്ടോ തന്നെ. ഇത് കഞ്ഞിക്കാണ് ഏറ്റവും നല്ലത്. കഞ്ഞി കുടിക്കുന്ന സമയത്താണ് ചക്ക കൂട്ടാൻ കൂട്ടി കഞ്ഞി കുടിക്കുന്നത്. ഒരു അച്ചാറും ഉണ്ടാവുക നല്ല ഇതായി. ഈ പച്ച ചക്ക ഷുഗർ ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ കാരണന്മാരും എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് ഇത് ആർക്കും കഴിക്കാം. കൊച്ചു കുട്ടികൾക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം. അതുകൊണ്ട് ഈ സീസൺ ചക്കയുടെ സീസണാണ്. അത് ശരിക്കും എല്ലാവരും അത് മുതലെടുക്കണം. ചക്ക മാക്സിമം കിട്ടുകയാണെങ്കിൽ എവിടെ നിന്ന് കിട്ടിയാലും നമ്മുടെ വീട്ടിലെ ആയാലും അല്ലെങ്കിൽ മേടിച്ചായാലും കറി വെച്ച് കഴിക്കാൻ നോക്കണം. കണ്ട ചക്കയുടെ ഒരു ഗുണം. പഴയ കാലത്ത് ഞങ്ങൾ ഇതൊക്കെ കഴിച്ചതിൻ്റെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഈ ലെവലിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ സംഗതി ആകെ പാളിപ്പോയാണ്. കണ്ട ചക്ക ഇതേപോലെ നുറുക്കിയിടാം. കണ്ട അപ്പോൾ ഇപ്പം ഈ പരുവത്തിലായി. കണ്ട ചക്ക ഇതുപോലെ നുറുക്കുക. വയസ്സായ ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നണേ. പക്ഷെ ചെറിയ പിള്ളേരുകൾ ഈ പറഞ്ഞോണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അവർക്ക് കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പരുവത്തിലാക്കണം ചക്ക. കണ്ട എന്നിട്ട്
ഈ പരുവത്തിലാക്കി നന്നായിട്ട് നുറുക്കി. ഇത് ചിലതൊക്കെ നമ്മൾ നുറുക്കാനില്ല ഇടയിൽ തിക്കും നിരക്കിൻ്റെ ഇടയിലൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. ഒന്ന് ചെറുതാക്കിയിട്ടാ ഇതിലും ചെറുതാക്കണം താല്പര്യമുള്ളവർ ചെറുതാക്കാട്ടോ. കണ്ട കണ്ട അടിപൊളി. അതില്ലേ ഒരല്പം വെള്ളം ഒഴിച്ച് ഇവനിട്ട് ഇടയ്ക്ക് ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടോ. അല്ലെങ്കിൽ മോളിൽ കിടക്കുന്നവരൊന്നും ശരിയാവില്ല. വേറെ അതിൻ്റെ കേട്ടാ അടിപൊളിയായിട്ട് വെള്ളം തുള്ളി വെള്ളം ഒഴിക്കരുത്. അതിൻ്റെ ഉടയരുത്. വേവ് കറക്റ്റിന് എടുക്കണം. കട്ടാക്ക്. അങ്ങനെ ഉള്ളി ഒന്ന് താളിക്കാനുള്ള പരിപാടിയാണ്. മാത്രമല്ല അതിൽ വേറെ കാര്യം നമ്മൾ ചെയ്യണം. ഇതിൽ നമ്മൾ എപ്പോഴും കുത്തുമുളക് വലിയ മുളക് പൊടിക്കാണ്ട് കഷ്ണമായിട്ട് വരില്ലേ, അത് ഇട്ടിട്ട് താളിക്കുകയാണെങ്കിൽ അതൊരു രസം തന്നെയാണ്. കണ്ട മഞ്ഞപ്പൊടിയുടെ കണ്ട. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, കുറച്ച് കുത്തുമുളക് ഇത്തിരി അധികം കേട്ടോ. അവിടെ കണ്ട പഴയ്ക്കാൻ മതി. മുളക് മൂച്ച് കയറിപ്പോയി. ഈ പരുവത്തിൽ